കേരളം ഇന്ന് കടന്നു പോകുന്നത് വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയിലൂടെയാണ്. ഈ റംസാൻ മാസത്തിൽ പൊരി വെയിലത്തോട്ട് ഇരുന്നവര് രാപ്പകൽ സമരം എന്നിട്ട് പോലും ഈ പിണറായി സർക്കാർ ഒരു കൂതലില്ലേ ഞങ്ങൾ ഇവിടെ ഓഫീസറെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. ലാംഗറിസ്റ്റും മറ്റും കടലിൽ കളയുന്ന രീതിയിൽ ഒരു സമരം സംഘടിപ്പിച്ചു. അതിനുശേഷം ഈ പുസ്തകങ്ങളും LP ST റാങ്ക് ലിസ്റ്റും അടക്കം അവർ തൂക്കി വിൽക്കുന്ന ഒരു സമരം സംഘടിപ്പിച്ചു. പിൻവാതിൽ നിയമനത്തിലൂടെ ഒരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഒരു സഖാവോ ഈ സർക്കാർ ജോലിയിൽ കയറിക്കൂടാൻ യുവമോർച്ച അനുവദിക്കില്ല. നമസ്കാരം. LP ST റാങ്കുകാരുടെ നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച ഇന്ന് കോഴിക്കോട് DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടലിലൊഴുക്കിയൊരു സമരം ഇവിടെ ഉണ്ടായി. അതിനുശേഷം രാപ്പകൽ സമരമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഈ റംസാൻ മാസത്തിൽ പൊരി വെയിലത്തോട്ട് ഇരുന്നവര് രാപ്പകൽ സമരം എന്നിട്ട് പോലും ഈ പിണറായി സർക്കാർ ഒരു കൂതലില്ലേ ഞങ്ങൾ ഇവിടെ ഓഫീസറെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ തടഞ്ഞോളൂ, എന്നാലും ഞങ്ങൾ പോകൂല, കണ്ടിട്ടേ പോവുള്ളൂ. കേരള സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നീതി നടപ്പാക്കുന്നതുവരെ ഓരോ യുവമോർച്ച പ്രവർത്തകരും ഈ കോഴിക്കോട് നഗരത്തിൽ കടന്ന് മരിക്കേണ്ടി വന്നാലും ഈ സമരത്തിൽ ഞങ്ങൾ തുടരും. അടുത്ത ദിവസവും ഇതിലും ശക്തമായ സമരവുമായി യുവമോർച്ച വരും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു വർഷമായിട്ടും ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ LP ST റാങ്കുകാരും വലിയ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ യുവമോർച്ചയും കോഴിക്കോട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് വിജിത്തുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനിടയായ സാഹചര്യം? കേരളം ഇന്ന് കടന്നു പോകുന്നത് വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയിലൂടെയാണ്. കാരണം LP ST റാങ്കുകാർ പിൻവാതിൽ നിയമനം ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളിന്ന് യുവമോർച്ച DD ഓഫീസ് മാർച്ച് നടത്തിയിട്ടുള്ളത്. LP ST ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കണ്ണീരണിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പിൻവാതിൽ നിയമനത്തിലൂടെയുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഈ പിൻവാതിൽ നിയമനത്തിലൂടെ ചുമതലയിൽ അല്ലെങ്കിൽ എന്താ പറയുക ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവർ ഈ LP ST വിദ്യാർത്ഥികളെ നോക്കി ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ ഇടയായിട്ടുള്ളത്. അതിനെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവും. 1 മുതൽ 600 പേരോളം ഈ LP ST റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഇവിടെ സമരം സംഘടിപ്പിച്ചു. ഫസ്റ്റ് അവർ ലാംഗറിസ്റ്റും മറ്റും കടലിൽ കളയുന്ന രീതിയിൽ ഒരു സമരം സംഘടിപ്പിച്ചു. അതിനുശേഷം ഈ പുസ്തകങ്ങളും LP ST റാങ്ക് ലിസ്റ്റും അടക്കം അവർ തൂക്കി വിൽക്കുന്ന ഒരു സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഈ റമദാൻ മാസത്തിൽ അതേ രീതിയിൽ തന്നെ രാപ്പകൽ സമരം ഈ DD ഓഫീസിന് മുന്നിൽ ഇവർ സംഘടിപ്പിക്കാനിടയായി. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങളോട് അറിയിച്ചത് ഞങ്ങൾ ഇനി സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റുകയാണ്, നിങ്ങളുടെ നിറഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്നാണ് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയും അതേപോലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുജിയും കഴിഞ്ഞ ദിവസം ഇവരെ സമരപന്തൽ സന്ദർശിക്കുകയും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രകാശ് തന്നെയാണ് സൂചിപ്പിച്ചത് വരും ദിവസങ്ങളിൽ യുവമോർച്ചയുടെ ശക്തമായ സമരം ഇതിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്നുള്ളത്. ഇന്ന് സെക്രട്ടേറിയറ്റിൽ LP ST റാങ്കുകാർ സമരം തുടങ്ങി. ആ സമരപന്തലിന് യുവമോർച്ചയുടെ നേതാക്കൾ സന്ദർശിക്കുന്നുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ V മനുപ്രസാദ് അവറുകൾ തന്നെ ഈ ദിവസം ഇന്ന് തന്നെ ഒരു പക്ഷേ സമരപന്തലിൽ എത്താൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും പിൻവാതിൽ നിയമനം ഒരു കാരണവശാലും കേരളത്തിൽ യുവമോർച്ച നടത്താൻ അനുവദിക്കില്ല. അത്രയും ദാരുണമായ അവസ്ഥയാണെന്ന് LP ST റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്നത്. ഇപ്പൊ PSC ഉദ്യോഗാർത്ഥികൾ വലിയൊരു പ്രതിഷേധത്തിലൂടെ കടന്നു പോകണം. സർക്കാർ കൃത്യമായ നിയമനം നടത്തുന്നില്ല എന്നുള്ളതാണ് യുവമോർച്ചയുടെ കാര്യത്തിൽ നിലപാട്. PSC വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് യുവമോർച്ച കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ PSC ഓഫീസ് ഉപരോധിച്ചിരുന്നു.
അതിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു സമര പരിപാടികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള സമരങ്ങൾ ഇനി സെക്രട്ടേറിയറ്റിലേക്കും അതേപോലെ തന്നെ കോഴിക്കോട് കലക്ടറേറ്റിലേക്കും അതേപോലെ തന്നെ PSC ഓഫീസിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. വലിയൊരു പ്രതിഷേധ മാർച്ച് അടുത്ത ദിവസം യുവമോർച്ചയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ സംഘടിപ്പിക്കും. എന്ത് തന്നെയാണെങ്കിലും ഈ PSC വിഷയമാണെങ്കിലും LP-ST റാങ്കുകാരുടെ വിഷയമാണെങ്കിലും പിൻവാതിൽ നിയമനത്തിലൂടെ ഒരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഒരു സഖാവോ ഈ സർക്കാർ ജോലിയിൽ കയറിക്കൂടാൻ യുവമോർച്ച അനുവദിക്കില്ല. LP-ST റാങ്കുകാരുടെ ചുമതല, അവർക്ക് വേണ്ട ജോലി ഈ റിപ്പോർട്ട് കേരള സർക്കാർ പബ്ലിഷ് ചെയ്യുന്നില്ല. അതാണ് വലിയൊരു വിഷയം. ഇപ്പോൾ ഈ നിയമനം പല സ്കൂളുകളും പൊതുമേഖലാ സ്കൂളുകളിൽ വരുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ ഈ റിപ്പോർട്ട് കൊടുക്കാതെ പിൻവാതിലിലൂടെ മറ്റുള്ളവരെ തിരികെ കയറ്റുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ഉടനടി അവസാനിപ്പിച്ചിട്ട് ഒഴിവുകളുള്ള തസ്തികയിലേക്ക് LP-STകാരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അവർക്ക് വേണ്ട നിയമനം കൊടുക്കണം. അവരുടെ കയ്യിൽ ചോക്കും ടെസ്റ്ററും കിട്ടുന്നത് വരെ യുവമോർച്ച ഈ സമരവുമായി മുന്നോട്ട് പോകും. അത് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.